ഒരു മന്ദമാരുതൻ, സ്നേഹമാരുതൻ. അതൊക്കെ കഥകളിലൊക്കെ കേട്ടിട്ടുള്ളൂ. ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ഒരു ഭരണാധികാരി 2 കാലുമ്മ നിന്ന കാലുമ്മ നിൽക്കുക എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ നിൽക്കുമ്പോൾ ക്ഷീണമൊന്നുമില്ലേ? അതിൻ്റെ മറുപടി അദ്ദേഹം പ്രസംഗത്ത് പറഞ്ഞു. സമദാനി സാഹിബ് ഇപ്പോൾ അല്പം മുമ്പ് എന്നോട് ചോദിക്കുകയായിരുന്നു, ക്ഷീണം ഒന്നും ഇല്ലേ? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികം പുസ്തകമൊന്നും വായിച്ചിട്ടില്ല. ജനങ്ങളാണ് എൻ്റെ ശക്തി. എനിക്കോ നേരത്തെ ഉണ്ട്. ഞാൻ ചിലരൊക്കെ അനുകരിച്ച വിഷ്ണു സ്ഥലം വിടും. അത് അദ്ദേഹം പ്രസംഗത്ത് പറഞ്ഞു. ജനങ്ങളാണ് എൻ്റെ ശക്തി, ഞാൻ അവരിൽ നിന്ന് പഠിക്കുന്നു എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ വളരെ ആസ്വദിച്ച് ആ സ്റ്റേജിൽ ഇരുന്നത് കേട്ടു. അദ്ദേഹം വിളിച്ചിട്ട് ഞാനൊരു ചർച്ചിൽ പോയി. രാധ വരുന്നവരെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അധികം സംസാരിക്കണില്ല, വിഷ്ണുക്കോടെ പ്രസംഗിക്കും. പൊളിറ്റിക്സൊക്കെ നന്നായിട്ട് പറയാൻ നല്ലൊരു പ്രസംഗം വരാൻ പോകുന്നുണ്ട്. ഞാൻ ഈ പറയുന്നതിൻ്റെ മറ്റൊരു വശമാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു ആന്തരിക തലം. ഈ മനുഷ്യൻ മരണപ്പെട്ടിട്ട് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് മനുഷ്യർ തീർത്ഥാടനം പോകുന്നുവെങ്കിൽ എന്തുണ്ട് അത്ഭുതം. അവർ അന്ധവിശ്വാസികളല്ല ഈ പോണവരൊന്നും. അവിടെ പോയിട്ട് എന്തോ കാര്യം നടത്തി കിട്ടുന്നുള്ള വിശ്വാസമൊന്നും അവർക്കില്ല. അവർ പ്രതീകാത്മകമായി ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിക്കാട്ടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്ക് ഹർജിയുമായി പോകുന്ന മലയാളി ചിലതൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഓർമ്മ ഈ നാട് ഭരിക്കുന്നവർക്കുണ്ടായിരിക്കുന്നത് നല്ലതാണ് എന്ന് എനിക്ക് പറയണം. ഇറ്റ് ഈസ് എ വാർണിംഗ്, ഇറ്റ്സ് എ റിമൈൻഡർ. അതൊരു മുന്നറിയിപ്പാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ ചർച്ചിൽ വന്നൊന്ന് പ്രസംഗിക്കണം. അദ്ദേഹം എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നൊരു ചർച്ചുണ്ട് പുതുപ്പള്ളി, ഒരു കുന്നിൻ്റെ മുകളിലാണ്, രസകരമായ സ്ഥലമാണ്. അദ്ദേഹം വിളിച്ചുകൊണ്ട് ഞാൻ പോയി. വല്ലാത്ത സ്നേഹമായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ കാണിച്ചത്. അതൊക്കെ അദ്ദേഹം താല്പര്യത്തോടെ പിന്നീടും പറയുമായിരുന്നു, ചോദിച്ചറിയുമായിരുന്നു. ഇത്ര ഒരു ഇങ്ങോട്ട് ആക്ഷേപിക്കുന്നവരെ പോലും അങ്ങോട്ട് ആക്ഷേപിക്കാത്ത ഒരു രാഷ്ട്രീയം. അന്ന് അദ്ദേഹം ചിലതൊക്കെ തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സ്വയം സുരക്ഷിതത്വം തീർക്കാവുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ പറഞ്ഞില്ല. ഇങ്ങോട്ട് വേദനിപ്പിച്ചവരെ, ഉപദ്രവിച്ചവരെ പേരെടുത്ത് പറഞ്ഞില്ല. അദ്ദേഹത്തിന് രോഗം ബാധിച്ചിട്ട് ഞാൻ തിരുവനന്തപുരത്ത് കാണാൻ പോയപ്പോൾ അവസാന ഘട്ടത്തിൽ എന്നോട് അവിടെ നിൽക്കുന്ന കുട്ടികൾ പറഞ്ഞു, സമദാനി സാഹിബ് വരാമെന്ന് പറഞ്ഞിട്ട് 3-4 തവണ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെ എത്തിയെന്ന്. അതെൻ്റെ മനസ്സിൽ നനവുണ്ടാക്കി. രാഷ്ട്രീയ നേതാക്കന്മാരുടെ മനസ്സിൽ നനവുണ്ടാകണമെന്നാണ് ഞാൻ എന്നും വിശ്വസിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാർ പരുക്കന്മാരും മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരുമാകരുത്, അവർ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നവരാവണം. അവർ ഹൃദയം കൊണ്ട് സംസാരിക്കണം. അവർക്ക് തങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കാൻ കലാപരിപാടികളുടെ സഹായവും അകമ്പടിയും ഉണ്ടാകേണ്ടതില്ല. ജനം ഒഴുകിയെത്തും അവരുടെ സന്നിധിയിലേക്ക്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു UDF രാഷ്ട്രീയം, അത് കിളിർത്ത മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. അത് വളരെ അത്ഭുതകരമായ മണ്ണാണ്. ഇവിടെ ഈ വികസനങ്ങളൊക്കെ കൊണ്ടുവന്നതും അങ്ങനെയാണ്. അത് ഒരു വല്ലാത്ത അനുഭവമാണ് ഈ നാടിന് നൽകിയിട്ടുള്ളത്. ചിലപ്പോഴൊക്കെ ഉമ്മൻചാണ്ടിയോട് അടുത്ത് ഈ റോഡ് ആക്സിഡൻറ്റ് പറ്റിയ ആളുകളുടെ കേസുമായിട്ട് ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. റോഡപകടം. ഇവിടെ പ്രിയപ്പെട്ട അബ്ദുറഹ്മാൻ അണ്ടത്താണി ഇന്ന് സംസാരം തുടങ്ങിയത് തന്നെ ഒരു അപകടം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്, അതോർത്തുകൊണ്ടാണ്. പലരും ഉണ്ടാകുന്നുണ്ട്. ഇന്നലെ ഞാൻ മലപ്പുറത്ത് പോയി, ഇന്നൊരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ
ഇങ്ങനെ പലതും നടക്കുന്നു നമ്മുടെ നാട്ടിൽ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ അടുക്ക പോയിട്ട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ അതേ ഒരു എമൗണ്ട് പറയും. അപ്പം ഞാൻ പറയും, എന്നെപ്പോലുള്ള MLA പറയും, ഞാൻ എത്രയോ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ CM കുറച്ചും കൂടി വലിയ തുക പാസ്സാക്കണം. അപ്പം അദ്ദേഹം പറയും, അത് നമുക്ക് ക്യാബിനറ്റിൽ വെക്കാം എന്നാണ് ഉടനെ മറുപടി. സാധിക്കില്ല എന്നൊരിക്കലും പറയില്ല, നമുക്ക് ക്യാബിനറ്റിലേക്ക് കൊണ്ടുപോകാം. ആ വാക്ക് അദ്ദേഹം പാലിച്ചിരിക്കും. ഒരു കടലാസിൽ എവിടെയെങ്കിലും എഴുതി വെക്കും, ആ കടലാസിൻ്റെ ഒരു മൂലയിൽ ക്യാബിനറ്റിലേക്ക് അതങ്ങ് കൊടുത്താൽ പിന്നെ നമുക്ക് കത്ത് കിട്ടും. ക്യാബിനറ്റിൽ വെച്ച് പാസ്സാക്കി. 5000 6000 പാസ്സാക്കേണ്ട 7000 8000 പാസ്സാക്കേണ്ട കേസിൽ അത് 25 30 35 ഈ മുഖ്യമന്ത്രി പാസ്സാക്കി തന്ന റോഡപകടിൽ മരണപ്പെട്ട കുടുംബങ്ങളുടെ രക്ഷ ചിലപ്പോൾ അതിനേക്കാളോ 50 60 70 ഒക്കെ ആയിന്ന് വരും. ആ കേസ് നോക്കിയിട്ട്, ആ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട്, അർഹത പോലെ. ഇതിലൊരു മനുഷ്യ സ്നേഹത്തിൻ്റെ സ്പന്ദനമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയായിരിക്കണം രാഷ്ട്രീയ നേതാക്കന്മാർ ജനങ്ങളോട് സംവദിക്കുന്നത്. അതിലൂടെയാണ് ഈ നാട്ടിൽ വികസനം കൊണ്ടുവന്നത്. ഈ നാടിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സംവിധാനമായി ഐക്യജനാധിപത്യ മുന്നണി നിലകൊണ്ടതും അതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നിപ്പോൾ കേരളത്തിലേക്ക് നോക്കിയാൽ ആകെ കൂടിയുള്ള ഒരു ഭരണത്തിൻ്റെ പിടിപ്പുകേടാണ് കാണാൻ സാധിക്കുന്നത്. കേന്ദ്രത്തിലേക്ക് നോക്കിയാലും അതുതന്നെയാണ്. കേന്ദ്രത്തിലേക്ക് നോക്കിയാൽ ഇവിടെ ബഷീർ സാഹിബ് വിസ്തരിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താല്പര്യമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരമായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കർഷകർ സമരത്തിനിറങ്ങി. അവർ വളരെ പ്രയാസപ്പെട്ട് ഡൽഹിയിൽ തമ്പടിച്ചു. മാസങ്ങളോളം ഇന്ത്യയിലെ കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്തു. അതിനേക്കാൾ ദുഷ്കരമാണ് ഇന്ത്യയിലെ തൊഴിലാളികളുടെ അവസ്ഥ. വളരെ വലിയ പ്രയാസമാണ് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ ഇന്ത്യയിൽ വളരെ വളരെ രൂക്ഷമാണ്. ചെറുപ്പക്കാരുടെ സ്ഥിതിവിശേഷം വളരെ വളരെ ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലില്ലായ്മ രൂക്ഷമാണെന്ന് പറഞ്ഞാൽ പോരാ, അതികഠിനമായിട്ടുള്ള ഒരവസ്ഥയിലെത്തിയിരിക്കുന്നു. നമുക്കത് കാണാനായിട്ട് സാധിക്കും രാജ്യത്തേക്ക് നോക്കിയാൽ. അതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നു. നമ്മുടെ യൂത്ത് മാർച്ച് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിങ്ങോട്ട് കടന്നു വന്നിട്ട് എൻ്റെ സംസാരം തുടരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ബഹുമാന്യരായ നേതാക്കൾ, നമ്മുടെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ എന്ന് തന്നെ ഞാൻ അവരെ വിശേഷിപ്പിക്കുന്നു. നമ്മുടെ പ്രിയപ്പെട്ട യുവനായകർ ഷെരീഫ് കുറ്റൂരും മുസ്തഫ അബ്ദുൽ ലത്തീഫും അവരിതാ വെയിലേറ്റ് വാടുന്നവരല്ല തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് ആദർശ മാർഗത്തിൽ ഞാൻ അവർക്ക് വരവേൽപ്പ് നൽകുകയാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊള്ളുകയാണ്. പ്രിയപ്പെട്ട ഷെരീഫിനും പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫിനും ഒന്ന് അഭിവാദ്യം ചെയ്ത് കണ്ടിന്യൂ ചെയ്തവർ. പ്രിയപ്പെട്ടവരെ, ജാഥാ നായകന്മാരും അബ്ദുസ്സമദ് സമദാനി സാർ അടക്കമുള്ള നേതാക്കന്മാരും ഈ സദസ്സിനെ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ പറയാം. കുറച്ച് പേർക്ക് ഈ സൈഡിലേക്ക് വരാം. വഹാബ് റസാഖ്, അലി കുറച്ച് കയറിയിരിക്കും. ഓക്കെ.
വേണ്ട. ആ സാർ കണ്ടിന്യൂ ചെയ്ത് കണ്ടിന്യൂ. പ്രിയപ്പെട്ടവരെ, ഞാൻ ബാക്കി പേര് പറയാം, കടലാസ് കൊണ്ട് ഓടല്ലേ. ബഹുമാനപ്പെട്ട ജാഥാ നായകർക്ക് തിരൂരിലെ ഈ സ്വീകരണ സമ്മേളനത്തിൽ ഞാൻ ഹർഷോല്ലാസം നിറഞ്ഞ സ്വാഗതം നേരുകയാണ്, ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളുടെ പേരിൽ ജാഥാ ക്യാപ്റ്റൻ, യൂത്ത് ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ പറയാറുള്ളത് പൂവിൻ്റെ എതൾ അടർത്തുന്ന പോലെ സൗമ്യമായി പ്രസംഗിക്കുന്ന ഷരീഫ് കുറ്റൂരെന്നാണ്. അതുപോലെ ജാഥയുടെ വൈസ് ക്യാപ്റ്റൻ, ചടുലതയുള്ള യുവ നേതാവായ പ്രിയപ്പെട്ട മുസ്തഫ അബ്ദുൽ ലത്തീഫ്. ഇത്രയൊക്കെയല്ലേ എനിക്ക് പറയാൻ കഴിയുള്ളവരെ പറ്റി. ഇതെൻ്റെ ഗിഫ്റ്റുമാണ്. എൻ്റെ പ്രിയപ്പെട്ട യുവ സഹോദരങ്ങൾക്ക്, എൻ്റെ അനുജന്മാർക്കുള്ള എൻ്റെ ഗിഫ്റ്റ് കൂടിയാണ് ഈ ആശംസാ വാക്കുകൾ. അതുപോലെ ജാഥയുടെ ഡയറക്ടർ ബാവ വിസപ്പടി, എവിടുന്നാണ് ഈ വിസന്റെ പരിപാടി തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. യൂത്ത് ലീഗിൻ്റെ ജില്ലാ ട്രഷററാണ് പ്രിയപ്പെട്ട ബാവ. മാനേജർ പ്രിയപ്പെട്ട ഗുലാം ഹസൻ ആലംഗീർ, അല്ല ഉത്തരേന്ത്യയിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു. പ്രിയപ്പെട്ട ഗുലാം എൻ്റെ ഒരു വിദ്യാർത്ഥി കൂടിയാണ്, പഴയൊരു വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ ജാഥാ നായകരായ സലീം മാധവനാട്, അഫ്സൽ റഹ്മാൻ ഉറുദു പണ്ഡിതനാണ്. അതുപോലെ പ്രിയപ്പെട്ട ജലീൽ, ഇവിടെ അധ്യക്ഷത വഹിക്കുന്ന AP സബാഹ്, സ്വാഗതം ആശംസിക്കുന്ന റിയാസ് മുത്തൂരടക്കം ഉള്ള നേതാക്കളൊക്കെ, ബാക്കിയുള്ള നേതാക്കളെ പേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി സമയം വളരെ ചുരുക്കുന്നതാണ് നല്ലത് എൻ്റെ സംസാരം. ഇവരെ സ്വാഗതം ചെയ്തുകൊണ്ട് 4 വാക്ക് പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ജാഥാ നായകരുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ടാതിഥി വിഷ്ണുനാഥിൻ്റെ പ്രസംഗവും കേൾക്കണം. അതുപോലെ നമ്മളെ കുറുക്കോളി മൊയ്തീൻ സാഹിബ് MLA അടക്കമുള്ളവരൊക്കെ സംസാരിക്കാനിരിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഈ രാജ്യം ഇന്ന് നേരിടുന്ന ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടാണ്. ഷെരീഫിൻ്റെ നേതൃത്വത്തിൽ, അബ്ദുൽ ലത്തീഫിൻ്റെ, മുസ്തഫയുടെ നേതൃത്വത്തിൽ ഈ മഹത്തായ നാടും നഗരവും ഉണർത്തിക്കൊണ്ടുള്ള ഈ പടയോട്ടം, നല്ല നട്ടുച്ച വെയിലിൽ, നല്ല ഉഷ്ണമുള്ള കാലാവസ്ഥയിൽ കേരളക്കരയിൽ വഴിക്കടവിൽ വെച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജാഥക്ക് മഹാനായ സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഷെരീഫിൻ്റെയും മുസ്തഫയുടെയും കയ്യിൽ കൊടിയേൽപ്പിച്ച ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അതിനുശേഷം ഇവിടെ എത്തി എത്രയോ കിലോമീറ്ററുകൾ അവർ താണ്ടിയിരിക്കുന്നു. അതൊരു ധർമ്മമാണ്, അതൊരു ദൗത്യമാണ്. രാജ്യം, സമൂഹം നേരിടുന്ന ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളിൽ ജനങ്ങളെ ഉണർത്തി, രാഷ്ട്രീയമായ പ്രബുദ്ധത ഉണർത്തി, ഉണരുവിൻ, ഒന്നിക്കുവിൻ, സംഘടിക്കുവിൻ, കൈകോർത്ത് പിടിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ യുവ നേതാക്കൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം പൊന്നാനിയിൽ ഇൻഷാ അല്ലാഹ് സമാപിക്കാനിരിക്കുന്ന ഈ ജാഥയുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നത്. രാജ്യത്ത് ഗുരുതരമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. ഞാൻ പറഞ്ഞു വരികയായിരുന്നു, കർഷകർ സമരം ചെയ്യുന്ന ഒരു ഇന്ത്യ, തൊഴിലാളികൾക്കൊട്ടേറെ പ്രശ്നങ്ങളുള്ള ഒരു ഇന്ത്യ, തൊഴിലില്ലായ്മ രൂക്ഷമായ ഒരു ഇന്ത്യ, ചെറുപ്പക്കാർ വളരെ കഷ്ടപ്പെടുന്ന ഒരു ഇന്ത്യ. ആ കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ് ഈ യൂത്ത് മാർച്ച്. ഇന്ത്യയുടെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് അതീവ ഗുരുതരമായ അവസ്ഥയിലേക്കാണ് വളർന്നിട്ടുള്ളത്. അവസാനം പാർലമെന്റിൽ പോലും ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം, സെക്യൂരിറ്റി, അതിനെക്കുറിച്ചൊക്കെ വലിയ വർത്തമാനം പറഞ്ഞിരുന്ന ആളുകൾ. ഇവിടെ എൻ്റെ സുഹൃത്ത് അബ്ദുറഹ്മാൻ അണ്ടത്താണി സൂചിപ്പിച്ചു ആ കാര്യം. അതിനുമുമ്പ് ബഹുമാനപ്പെട്ട നമ്മുടെ നേതാവ് ടി മുഹമ്മദ് ബഷീർ സാഹിബ് സൂചിപ്പിച്ചു. എത്രമാത്രം, എവിടെയൊക്കെയാണ് ഇതിൻ്റെതായ പാളിച്ചകൾ കാണാൻ സാധിക്കുന്നത്. കേരളക്കരയിൽ ഒരു പെൻഷന്റെ പേരിലാണ് ഒരു സാധു സ്ത്രീ ആക്ഷേപിക്കപ്പെട്ടത്. പെൻഷൻ കൊടുത്തില്ലെങ്കിൽ വേണ്ടില്ല, ആ സാധു സ്ത്രീക്കെതിരെ നടന്ന ആക്ഷേപം സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഭത്സിച്ചുകൊണ്ട് രാഷ്ട്രീയമായ ധാർഷ്ട്യമാണ് ഒരു പാവപ്പെട്ട സ്ത്രീയുടെ നേരെ ഇവിടെ ചിലർ പ്രയോഗിച്ചത്.
അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് വന്നതാണ്. UDF-ന്റെ രാഷ്ട്രീയം മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ്. UDF അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യ സഖ്യം അതിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇന്ത്യ ആഗ്രഹിക്കുന്ന മാറ്റം ഇവിടെ സംഭവിക്കുക തന്നെ ചെയ്യും. ഇതൊന്നും നിലനിൽക്കില്ല. 4 സ്റ്റേറ്റിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിലങ്ങ് വിജയിച്ചു എന്ന് വിചാരിച്ച് അത് ഇന്ത്യയുടെ വിധിയെഴുത്തായിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ലോക്സഭ വേറെയാണ്, നിയമസഭകൾ വേറെയാണ്. ഇന്ത്യയുടെ മതേതര ഹൃദയം തുടിക്കുകയാണ് മാറ്റത്തിന് വേണ്ടി. ഇന്ത്യയെ മതേതരത്വത്തിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ള ഇന്ത്യയുടെ പ്രത്യാശയായിട്ടുള്ള ഒരു നേതാവിൻ്റെ കരങ്ങളിൽ ഈ രാജ്യത്തിൻ്റെ ഭാവി ഏൽപ്പിച്ചു കൊടുക്കാൻ ഇന്ത്യൻ ജനത ഒരുങ്ങിയിരിക്കുന്ന സാഹചര്യമാണുള്ളത്. ആ 4 സ്റ്റേറ്റിലെ രാഷ്ട്രീയമായ സ്ഥിതിയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വോട്ടിൻ്റെ കണക്കൊക്കെ നോക്കിയാൽ കാര്യം മനസ്സിലാവും. താൽക്കാലികമായ ചില ഏർപ്പാടുകൾ വഴി എവിടെങ്കിലുമൊക്കെ തൽക്കാലം ഇലക്ഷനിലൊക്കെ ചില ജയിലൊക്കെ നടത്തിയെന്ന് വരും. അത് ഇലക്ഷൻ വേറെയാണ്, വരാൻ പോകുന്ന ഇലക്ഷൻ വേറെയാണ്. വരാൻ പോകുന്ന ഇലക്ഷൻ ഇന്ത്യയുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടിയുള്ളതാണ്, ഇന്ത്യ കാക്കാനുള്ളതാണ്, ഇന്ത്യയുടെ സാമ്പത്തിക ഘടന ശക്തിപ്പെടുത്താനുള്ളതാണ്. ഈ കഴിഞ്ഞ ആഴ്ച പാർലമെന്റിൽ ഈ വിനീതൻ ഉപധനാഭ്യർത്ഥനയെ കുറിച്ച് സംസാരിച്ചിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അവിടെ ഒരു ചോദ്യം ചോദിച്ചു ഈ ഗവൺമെന്റിനോട്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അടുത്ത ദിവസം ഒരു പ്രസ്താവന ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, 2028 ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങൾക്ക് 28 വരെ സൗജന്യ റേഷൻ കൊടുക്കും. ആദ്യം അങ്ങനെ നീട്ടിയിരുന്നില്ല, ഇപ്പൊ നീട്ടി. ഗരീബ് അന്നയോജന, ദരിദ്രരെ സഹായിക്കാനുള്ള ഭക്ഷ്യ പദ്ധതി, അന്നയോജന, അത് 28 വരെ നീട്ടുമെന്നാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതിന്റെ അർത്ഥം 2028 ഇന്ത്യയിൽ ദരിദ്രന്മാരുണ്ടാകുന്നല്ലേ നിങ്ങൾ ഈ പറയുന്നത്? 2028 വരെ ഈ പദ്ധതി നീട്ടുമെന്ന് പറഞ്ഞാൽ 2028 ഇനി ഒരുപാട് പോകാനുണ്ട്. ഇത് 2023 5 വർഷം കഴിഞ്ഞാലും ഇന്ത്യയിലെ 80% ജനങ്ങൾക്ക് പട്ടിണിയാകുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? വേറൊരു കാര്യം കൂടി ഞാൻ ചോദിച്ചു. ലോക്സഭയിൽ ഈ 2028 ഒരു പ്രത്യേകതയുണ്ട്. ആ 2028 ഇന്ത്യയെ ലോകത്തിലെ 3ാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാക്കി ഞങ്ങൾ മാറ്റുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2028 ലോകത്തിലെ തേർഡ് ലാർജസ്റ്റ് എക്കോണമി, ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറുമ്പോഴും ഇന്ത്യയിലെ 80% ജനങ്ങൾക്ക് പട്ടിണിയാകുമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? അപ്പൊ ഈ വരാൻ പോകുന്ന 5 കൊല്ലത്തെ സാമ്പത്തിക പദ്ധതികൾ ആരെ സഹായിക്കാനാണ്? ഈ 80% പട്ടിണി അകറ്റാൻ കഴിയില്ലെങ്കിൽ അതാരെ ഹെൽപ്പ് ചെയ്യാനാണ് നിങ്ങളുടെ സാമ്പത്തിക പദ്ധതികൾ? അത് ശ്രീ രാഹുൽ ഗാന്ധി ഇടക്കിടക്ക് ധീരമായിട്ട് പ്രഖ്യാപിക്കുന്ന പോലെ ഇന്ത്യയിലെ ചില സമ്പന്നരെ സഹായിക്കാനാണ്, ഇന്ത്യയിലെ ചില വൻ കോർപ്പറേറ്റുകളെ സഹായിക്കാനാണ്. ഓരോ ബജറ്റ് വരുമ്പോഴും ഇരുട്ടടിയാണ്. കേരളത്തിലും തഥൈവ, കേന്ദ്രത്തിലും അങ്ങനെ. പെട്രോൾ ഡീസൽ വില വർധനവോ മറ്റതിലേക്കൊന്നും ഞാൻ കടക്കുക. ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമൊന്നുമല്ല പ്രശ്നം. ചിലർ വിചാരിച്ചിരിക്കുന്നത് ഈ കേന്ദ്രഭരണം ന്യൂനപക്ഷങ്ങൾക്ക്, അങ്ങനെയല്ല. ന്യൂനപക്ഷങ്ങൾക്കുണ്ട്, അധസ്ഥിതർക്കുണ്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുണ്ട്, പിന്നോക്കക്കാർക്കുണ്ട്, ഒക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്, ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളുണ്ട്. രാജ്യത്തെ ജനങ്ങളുടെ എന്തെങ്കിലും ഗൗരവമുള്ള പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചാൽ ഉടനെ വൈകാരികമായി എന്തെങ്കിലും ഇവരെടുത്തിടും. ജനങ്ങളുടെ വികാരം ഇളക്കി വിടുന്ന എന്തെങ്കിലും ഒരു സാധനം, ഇമോട്ടീവ് പോളിറ്റിക്സ്, വൈകാരിക രാഷ്ട്രീയം, അതാണ് കുറച്ച് കാലമായിട്ട് ഇന്ത്യയിൽ കാണാൻ സാധിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എല്ലാ കാലവും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇന്ത്യ ആഗ്രഹിക്കുന്ന മാറ്റത്തിലേക്ക് ഇന്ത്യ പോവുക തന്നെ ചെയ്യും. അതിനുള്ള ഒരുക്കപ്പാടാണ് ഈ ചെറുപ്പക്കാരുടെ ഈ യൂത്ത് മാർച്ച് അടക്കം. അതാണ് ഷരീഫ് കുറ്റൂർ ഈ നാടിനോട് പറയുന്നത്, യുവഹൃദയങ്ങളോട് പറയുന്നത്. ചെറുപ്പക്കാരുടെ ജാഥാന്ന് പറയുന്ന വലിയ പ്രത്യേകത ഉണ്ട്. കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇന്ത്യയിൽ എവിടെങ്കിലും പുതിയ തൊഴിൽ ജനറേറ്റ് ചെയ്തോ?
ആർക്കെങ്കിലും തൊഴിൽ കൊടുത്തോ? എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയോ? എന്താണ് ഇന്നിന്റെ അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ്? തൊഴിലില്ലായ്മയുടെ നിലവാരം എത്രയാണ് ഇന്ത്യയിൽ? ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ തൊഴിലില്ലാത്ത രാജ്യമായി. തൊഴിൽ കൊടുക്കാൻ സംവിധാനമില്ല. ആകെ നടക്കുന്ന പണി ചരിത്രം മാറ്റി എഴുതുക, ചരിത്രം മാറ്റി എഴുതുക, സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക. എന്തെങ്കിലും നാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട സമയത്ത് പിൻവാതിലൂടെ ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ നോക്കുക. ഇപ്പൊ പിന്നെ അത് കാണാനില്ല. ഏക സിവിൽ കോഡുമ്പോ തൊട്ടപ്പ കൈ പൊള്ളിന്നാണ് തോന്നുന്നത്. അതത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. അത് ഇവിടുത്തെ ഭൂരിപക്ഷ സമൂഹം വരെ സ്വീകരിക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. അതൊക്കെ വിവരമുള്ളവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാലം കോൺഗ്രസ് ഭരിച്ചിട്ട് കോൺഗ്രസിന് അത് തോന്നാത്തതല്ല. കോൺഗ്രസിന് വേറെ ഒരു ബുദ്ധിയുണ്ട്, കോൺഗ്രസിന് കാഴ്ചപ്പാടുണ്ട്. ഭരണഘടനയുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിമാർക്ക് അറിയാം അത് ഇന്ത്യയുടെ മതേതരത്വത്തിന്, ഇന്ത്യയുടെ വൈവിധ്യത്തിന്, ഇന്ത്യയുടെ ബഹുസ്വരതക്ക് ഹാനികരമായിട്ടുള്ള സംഗതിയാണ്. അവരൊക്കെ വലിയ വലിയ വിവരമുള്ള പ്രധാനമന്ത്രിമാരാണ്. ഇവരെ കൊണ്ടുണ്ടായ ആകെയുള്ള ഗുണം, ഇവർ ഭരണത്തിലേറിയപ്പോൾ ഇവരുടെ മുമ്പ് നാട് ഭരിച്ചവരെ ജനങ്ങൾ ഇന്ന് സങ്കടത്തോടെ ബഹുമാനത്തോടെ ഓർക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ടായി എന്നുള്ളതാണ്. കേരളത്തിലും അങ്ങനെയാണ്. കേരളത്തിലെ ഒരു മുൻ മുഖ്യമന്ത്രിയെ ഈ നാടിന്ന് വല്ലാതെ ഓർക്കുന്നു, ഗൃഹാതുരത്വത്തോടെ ഓർക്കുന്നു, സങ്കടത്തോടെ ഓർക്കുന്നു. മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ആൾ രൂപമായി ഇതിലൂടെ നടന്നുപോയ ഒരു മനുഷ്യനെ, ലാളിത്യത്തിന്റെ തേജോരൂപമായ ഒരു മനുഷ്യനെ ഈ നാട് ഓർക്കുന്നു. ഈ നാടൊരു മുൻ പ്രധാനമന്ത്രിയെ ഓർക്കുന്നു, ഡോക്ടർ മൻമോഹൻ സിംഗിനെ. അതും ലാളിത്യം, വലിയ കാഴ്ചപ്പാട്, ഉയർന്ന ചിന്ത, ലളിത ജീവിതം, എല്ലാവരെയും ചേർത്ത് പിടിച്ച ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇതൊക്കെയാണ് ഇന്ത്യ സഖ്യം, ഇതൊക്കെയാണ് കോൺഗ്രസ്, ഇതൊക്കെയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ളത്. ആ വഴിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആ വഴിയിലൂടെയുള്ള ജൈത്രയാത്ര നമുക്ക് തുടരണം. ജനങ്ങൾ കൈകോർത്ത് പിടിക്കണം. വർഗീയത ഉണ്ടാക്കാൻ, വിഭാഗീയത ഉണ്ടാക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കണം. ഒരു പെൻഷൻ പോലും കൊടുക്കാത്ത സർക്കാരുകൾ, ഈ പെൻഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്, ഈ കേന്ദ്രവും ഈ സംസ്ഥാനവും രണ്ട് കൂട്ടം പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടി എന്ന് ഞാൻ പറയില്ല. കാരണം പാവപ്പെട്ടവൻ ഇവരുടെ പിച്ചെടുക്കുന്നവരല്ല, പാവപ്പെട്ടവന്റെ ചട്ടിയിലാണ് ഇവർ കൈയിട്ട് വാരുന്നത്. ഒന്ന് നോക്കൂ ആ തൊഴിലുറപ്പ് പദ്ധതി. കഴിഞ്ഞ ബജറ്റ് വന്നപ്പോ ഈ കേന്ദ്ര ഗവൺമെന്റ് അതിൽ കൈയിട്ടു. എത്രയോ സഹോദരിമാരെ, വനിതകളെ, നേരം വെളുത്താൽ കയ്യിൽ കിട്ടിയ ചട്ടിയും തൊഴിലുപകരണങ്ങളുമായിട്ട് നടന്നു നീങ്ങുന്ന വനിതകൾ. രാജീവ് ഗാന്ധി ഈ നാട്ടിലെ വനിതകളെ ശാക്തീകരിക്കാൻ കൊണ്ടുവന്ന അത്യധികം പുരോഗമനപരമായ പദ്ധതി, അതിന്റെ തുക വെട്ടിക്കുറച്ചു. പാർലമെന്റിൽ നമ്മൾ എത്ര ആവശ്യപ്പെട്ടു, നിങ്ങൾ അതൊന്ന് കൊടുക്ക്. നിങ്ങൾ എന്തിനാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരായിട്ടുള്ള സഹോദരിമാരെ കഷ്ടപ്പെടുത്തുന്നത്? തയ്യാറല്ല. പെൻഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു, പെൻഷൻ, കേരളത്തിൽ പെൻഷൻ ചോദിച്ചതിന് ഒരു സ്ത്രീ ഇനി ഇങ്ങനെ ആക്ഷേപം കേൾക്കാൻ ബാക്കില്ല. ഈ മന്ത്രിമാരും ഈ പാരാവാരങ്ങളും ഈ രാഷ്ട്രീയവും ഇത്ര ആർഭാടത്തോടെ പോകുമ്പോ ഒരു പാവപ്പെട്ട സ്ത്രീ പെൻഷൻ ചോദിച്ചതാണോ ഈ കേരളത്തിൽ വലിയ തെറ്റ്? പെൻഷൻ ഈ ലോകത്ത് പരിഷ്കൃത സർക്കാരുകൾക്കുള്ളതാണ്. ലോകത്താദ്യമായി പെൻഷൻ കൊണ്ടുവന്നത് ഉമറുൽ ഫാറൂഖാണ്, ഖലീഫ ഉമർ. 1400 കൊല്ലം മുമ്പ്. ആരോഗ്യമുള്ള കാലത്ത് സേവനം ചെയ്തവർ വാർദ്ധക്യകാലത്ത് സേവനത്തിൽ നിന്ന് വിരമിച്ചാൽ അവർക്ക് പെൻഷൻ കൊടുക്കണമെന്ന് ലോകത്തോട് ആദ്യം പറഞ്ഞത് സയ്യിദുന ഉമറുൽ ഫാറൂഖാണ് റളിയല്ലാഹു അൻഹു, ഖലീഫ ഉമർ. ആ ഉമറിനെ പറ്റി ഗാന്ധി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഇടയ്ക്കിടെ പറയുമായിരുന്നു, ഞാൻ ഇന്ത്യക്ക് ആഗ്രഹിക്കുന്ന ഭരണം ഉമറിന്റെ ഭരണമാണ് എന്ന്. രജിസ്റ്റർ ഉണ്ടാക്കി ഉമർ, ഓരോരുത്തരുടെ പട്ടിക തയ്യാറാക്കി, ഓരോരുത്തർക്ക് ഇത്ര കൊടുക്കണം പെൻഷൻ, ഇത്ര കൊടുക്കണം പെൻഷൻ. സേവനത്തിന്റെ കാലം കണക്കാക്കി ഉമർ റളിയല്ലാഹു അൻഹു. ആ പെൻഷൻ സിവിലൈസ്ഡ് ഗവൺമെന്റുകളുടെ കടമയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെന്റ് സംസാരിക്കുമ്പോൾ യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ബില്ലിനെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ഉറുദു കവിത ഉദ്ധരിച്ചു. ആ ഉറുദു കവിത എഴുതിയ കവിക്കുമുണ്ടെന്നൊരു പ്രത്യേകത ഇന്ത്യയിൽ. അത് എഴുതിയ ആളുടെ പേര് വരെ മാറ്റി. സ്വാതന്ത്ര്യ സമരക്കാലത്ത്
ധാരാളം കവിതകൾ എഴുതിയ ഒരു ഉറുദു കവിയാണ് അദ്ദേഹം. ഗാന്ധിജിയെ പറ്റി മാത്രം അദ്ദേഹത്തിന്റെ കവിതകൾ ധാരാളമാണ്, ഗാന്ധിജിയെ പറ്റി മാത്രം. പക്ഷെ ഇവർ ഇപ്പൊ അടുത്ത വരെ പരിപാടി ഓരോ സ്ഥലത്തിന്റെയും പേര് മാറ്റലാണ്. അപ്പൊ ഈ മനുഷ്യന്റെ ഹിന്ദിയിലെ ഉറുദുവിലെ ഒക്കെ കവികളുടെ പേരിന്റെ വാലായി അവരുടെ സ്ഥലപ്പേരുണ്ടാവും. ഹിന്ദി ചലച്ചിത്ര ഗാനം എഴുതിയവരുടെ പേര് ശ്രദ്ധിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഹസരത്ത് ജയ്പുരി ഹിന്ദി സിനിമാ പാട്ട് എഴുതിയ ആളാണ്, ജയ്പൂർക്കാരനാണ്. സാഹിർ ലുധിയാനവി ലുധിയാനക്കാരനാണ്. മജ്റൂഹ് സുൽത്താൻപുരി സുൽത്താൻപൂർക്കാരനാണ്. ഫിറാഖ് ഗോരഖ്പുരി ഫിറാഖ് എന്നുള്ളൊരു അദ്ദേഹത്തിന്റെ തൂലികാ നാമമാണ്. അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് രഘുപതി സഹായി ഫിറാഖ് എന്നാണ്. ആള് കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേട്ടാത്തൊന്നും അതാണ് ഇന്ത്യയുടെ പ്രത്യേകത, ഫിറാഖ്. ഇത് കേട്ടാത്തൊന്നുമല്ലേ മുസ്ലിം പേരാണോ എന്ന്? ഇന്ത്യ അങ്ങനെയാണ്. ഇന്ത്യ അത്ഭുതകരമായ രാജ്യമാണ്. ഗോരഖ്പൂർക്കാരനായ ഫിറാഖ്, രഘുപതി സഹായി ഫിറാഖ്. അതുകൊണ്ട് ഈ കവിയുടെ പേരിന്റെ കൂടെയും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ നാടിന്റെ പേര്. ആ നാടിന്റെ പേര് ഇവർ അടുത്ത കാലത്ത് മാറ്റി. അലഹബാദിന്റെ പേര് പ്രയാഗ് ഗഞ്ച് എന്നാക്കി മാറ്റി. അങ്ങനെ മാറ്റുകയാണെങ്കിൽ നിങ്ങൾ മാറ്റിക്കോ, നിങ്ങൾക്ക് പലതും മാറ്റാം. പക്ഷേ ഒരു കവിയുടെ പേര് മാറ്റാൻ പറ്റുമോ അതിന്റെ പേരിൽ? പിറ്റേ നേരം വെളുത്തപ്പോ സൈറ്റിൽ ഈ കവിയുടെ പേരിന്റെ കൂടെ ഉണ്ടായിരുന്ന അലഹബാദി എന്ന പേര് പ്രയാഗ് ഗഞ്ചി എന്നാക്കി മാറ്റിയപ്പോ വിവരമുള്ള ആളുകളൊക്കെ പ്രതിഷേധിച്ചു. ഹിന്ദി സിനിമാ ലോകത്ത് നിന്ന്, ബോംബെയിൽ നിന്ന്, മുംബൈയിൽ നിന്ന് വലിയ പ്രതിഷേധമുണ്ടായി. അദ്ദേഹത്തിന്റെ കവിതയാണ് ഞാൻ ലോക്സഭയിൽ ഉദ്ധരിച്ചത്. കവിത ഇതായിരുന്നു: ഈ വിദ്യാഭ്യാസം വെറും തൊഴിലായാ പോരാ, അതിനപ്പുറമുള്ള കാര്യങ്ങൾ നേടിക്കൊടുക്കണം. BA ഹുവേ, നൗക്കർ ഹുവേ, പെൻഷൻ മിലി അവർ ഫിർ മർ ഗയേ. BA കാരനായി, ജോലിയും കിട്ടി, പെൻഷനും കിട്ടി, ആള് മരിച്ചും പോയി. ഈ ഒരവസ്ഥ ആകരുന്ന് പറഞ്ഞപ്പോ ലോക്സഭയിൽ നിന്നൊരു 3-4 മെമ്പർമാർ എണീറ്റു. അവര് പറഞ്ഞു, പെൻഷനോ അതിപ്പോ എവിടെ കിട്ടണമെന്ന് ചോദിച്ചു. അതും ഇപ്പൊ ഇല്ലല്ലോ. പെൻഷൻ കിട്ടി മരിച്ചു എന്ന് പറഞ്ഞപ്പോ അതാണ് ഇന്നത്തെ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്ന കാലത്ത് ഒരു കവി പെൻഷനെ കുറിച്ച് എഴുതിയെങ്കിൽ ഇന്ന് ഈ കേന്ദ്രക്കാർക്കും സംസ്ഥാനക്കാർക്കും പെൻഷൻ വരെ നാട്ടുകാർക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അവിടെയാണ് ഒരു പുതിയ സാമ്പത്തിക ബോധം ഉണർത്തേണ്ടത്. അവിടെയാണ് UDF ഉയർന്നു നിൽക്കുന്നത്. UDF മനുഷ്യന്മാരെ കഷ്ടപ്പെടുത്തൂല, ആളുകളുടെ മേൽ ആധിപത്യം ചെലുത്തൂല, ആളുകളുടെ മേലൂടെ ബുൾഡോസർ പായിപ്പിക്കൂല, ആളുകളോട് സ്നേഹത്തോടെ സംവദിക്കും. UDFന്റെ രാഷ്ട്രീയം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അത് മന്ദമാരുതനെ പോലെ തഴുകി തലോടി വന്ന ഉമ്മൻചാണ്ടിയെ പോലുള്ള മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയമാണ്. അതിന് പാരുഷ്യമോ കാഠിന്യമോ അജ്ഞാതമാണ്. ആ സ്നേഹത്തിന്റെ നിലാവ് പൊഴിച്ചുകൊണ്ടാണ് എൻ്റെ സ്നേഹിതൻ ഷരീഫ് കടന്നു വന്നിട്ടുള്ളത്. അവർ ഈ നാടിനോട് പറയുന്നത് ഈ മതേതരത്വത്തിന്റെ സന്ദേശമാണ്, വെറുക്കരുതേ എന്ന സന്ദേശമാണ്. കണ്ടില്ലേ, ഇവിടെ എഴുതി വച്ചിരിക്കുന്നു വിദ്വേഷത്തിനെതിരെ. അങ്ങനെ പറയാൻ ചെറുപ്പക്കാർ വരട്ടെ. ദുർഭരണത്തിനെതിരെ എന്ന് പറയുന്നതിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നു വിദ്വേഷത്തിനെതിരെ, വെറുപ്പിനെതിരെ. വെറുക്കരുതേ എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് മാർച്ച്. അതുകൊണ്ട് ഞാൻ ഈ യൂത്ത് മാർച്ചിന്റെ തിരൂരിലെ സ്വീകരണ സമ്മേളനം വിശുദ്ധ റസൂലിന്റെ ഒരു വചനത്തോടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. പരിശുദ്ധ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി മുഹമ്മദ് നബി. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരിക്കൽ ഒരു പ്രസംഗത്തിൽ അത് പറഞ്ഞപ്പോൾ മലയാളികളായ കുട്ടികൾ, ചെറുപ്പക്കാർ, എല്ലാ സമൂഹങ്ങളിലും പെട്ടവർ അതിന്റെ വീഡിയോ ക്ലിപ്പെടുത്ത് ലക്ഷക്കണക്കിന് ആളുകളെ കേൾപ്പിച്ചിട്ടുള്ള ഒരു നബി വചനമാണ്. മലയാളികൾക്ക് അതുകൊണ്ട് അത് സുപരിചിതമായിരിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. ഒരിക്കൽ തിരുനബി തൻ്റെ ശിഷ്യനായ അനസിനെ വിളിച്ചു. എൻ്റെ മോനെ അനസേ. അനസ് മകനല്ല, ശിഷ്യനാണ് റളിയല്ലാഹു അൻഹു. പിന്നെന്തിനാ അങ്ങനെ പറഞ്ഞ് പറയാൻ പോകുന്ന സംഗതി അത്രയും പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മൾ പറയില്ലേ, എൻ്റെ കുട്ടിയെ ഒന്ന് കേൾക്കുന്നു. അത്രയും ഗൗരവമുള്ളൊരു കാര്യമാണ് പറയാൻ പോണത്. എൻ്റെ മോനെ അനസേ, പുലർകാലത്തും നീ ആരെയും വെറുക്കരുത്, വൈകിട്ടും നീ ആരെയും വെറുക്കരുത്. നേരം പുലരുമ്പോഴും നിന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല. ലൈസ ഫീ ഖൽബിക ഗശ്ശുൻ ലിഅഹദിൻ. ആരോടും വെറുപ്പില്ലാതെ നിനക്ക് നേരം വെളുത്തു, ആരോടും വെറുപ്പില്ലാതെ നിനക്ക് വൈകുന്നേരമായി. അങ്ങനെ ആകാൻ നിനക്ക് കഴിഞ്ഞാൽ, ഇൻ ഖദർത, നിനക്ക് കഴിഞ്ഞാൽ, ദാലിക മിൻ സുന്നതി, അതാണ് ഉറപ്പിക്കണം എൻ്റെ മോനെ അനസേ, എൻ്റെ മാർഗം.
എൻ്റെ മാർഗം പുലർകാലത്തും വെറുക്കരുത്, വൈകിട്ടും വെറുക്കരുത്, ആരെയും വെറുക്കരുത്, ഒരു മനുഷ്യനെയും വെറുക്കരുത്. വെറുപ്പുണ്ടാക്കുന്നവർ മനസ്സിലാക്കണം, ലോകത്തെല്ലാ മതവും വെറുപ്പിനെതിരാണ്. അതാണ് എൻ്റെ മാർഗം. വമൻ അഹ്യാ സുന്നത്തി, എൻ്റെ മാർഗത്തെ വല്ലവനും ജീവിപ്പിച്ചാൽ ഫഖദ് അഹബ്ബനി, എൻ്റെ മോനെ അനസേ, എൻ്റെ മാർഗത്തെ ജീവിപ്പിച്ചവൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. എൻ്റെ മാർഗത്തെ ജീവിപ്പിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവൻ. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിക്കുന്നവൻ എന്നോടൊപ്പം സ്വർഗത്തിലുമായിരിക്കും അനസേ. ഈ വാക്കുകളോടുകൂടി ഷെരീഫ് കുറ്റൂരിൻ്റെ ഈ യൂത്ത് മാർച്ചിൻ്റെ തിരൂരിലെ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി സ്നേഹസമേതം അറിയിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കാനിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വഴി, അവരൊക്കെ നന്നായിട്ട് പ്രസംഗിക്കട്ടെ. പ്രത്യേകിച്ച് മഹാവിഷ്ണു ഇറങ്ങിയ ദിവസമാണ്, രാത്രിയാണ് തിരൂര്. വിഷ്ണുമായ എന്നാണ് പറയാ, വിഷ്ണുമായ. ഞാനിന്ന് രാവിലെ കാണിപ്പയ്യൂർ നമ്പൂതിരിപ്പാടിൻ്റെ ശതാ അഭിഷേകം കുന്നംകുളത്ത് ഉദ്ഘാടനം ചെയ്തു വരികയാണ്. വല്ലാത്തൊരു ചടങ്ങായിരുന്നു. കാണിപ്പയ്യൂർ നമ്പൂതിരി എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ പഞ്ചാംഗം ഒക്കെ ഉണ്ടാക്കുന്ന വലിയ ശാസ്ത്ര പണ്ഡിതൻ. അത് കഴിഞ്ഞ് വന്ന് മലപ്പുറത്തൊരു കുറ്റവിചാരണ കഴിഞ്ഞിട്ടാണ് തിരൂരിൽ വന്നത്. ഇവിടെ സന്ധ്യക്ക് വന്നപ്പോൾ ഞാൻ വിഷ്ണു തന്നെയാണ് കണ്ടുമുട്ടിയിരിക്കുന്നത്. ആ നല്ല വാക്കുകളൊക്കെ ഇവിടെ മുഴങ്ങട്ടെ എന്ന ആശത്തോടെ തിരൂരിലെ സ്വീകരണ സമ്മേളനം ഷെരീഫിനെയും മുസ്തഫയെയും ബാവയെയും ആലങ്കീറിനെയും അഫ്സലിനെയും സുഹൃത്തുക്കളെയൊക്കെ മറ്റ് സ്വീകരണ സമ്മേളനങ്ങളെക്കാൾ ആനന്ദിപ്പിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട്, മറ്റോടത്ത് അവർക്ക് ആനന്ദം കുറവായതുകൊണ്ടല്ല, ഇവിടെ ആനന്ദത്തിന് മേൽ ആനന്ദമായി മാറട്ടെ. അവർ കരുത്തോടെ യുവാക്കളെ നാളെയും നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. കാരുണ്യവാനായ സർവശക്തൻ്റെ തിരുനാമത്തിൽ ഇതിൻ്റെ